ഞാൻ വന്നത് എന്താന്ന് വെച്ചാ മാഷ് കാര്യങ്ങൾ മനസ്സിലാക്കണം. പരിസ്ഥിതി ഗ്രൂപ്പുകളിലൊക്കെ മാഷിനൊരു സ്ഥാനമുണ്ടല്ലോ. മാഷ് പറഞ്ഞ അവർ കേൾക്കും. ഒന്ന് കൂടെ നിൽക്കും മാഷേ. നാടിന് ഉപകാരമുള്ള ഒരു കാര്യം മുടക്കാൻ മാഷ് കൂട്ടിക്കരുത്. സാറേ, എന്നോട് കാണിച്ച സൗഹൃദത്തിനൊക്കെ നന്ദിയുണ്ട്. ആ സ്നേഹത്തോടെ തന്നെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഓ, 100 കണക്കിന് പേർക്ക് നേരിട്ടും 1000 കണക്കിന് പേർക്ക് അല്ലാതെയും ജോലി കിട്ടുന്ന കാര്യമൊക്കെ സാറ് പറഞ്ഞു. പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ആരോഗ്യവും ജീവിതവും ഇല്ലാതാക്കിക്കൊണ്ട് ഇത്തരം ഒരു പ്ലാന്റ് നല്ലതല്ല സർ. പിന്നെ സിറ്റിന്ന് അകന്ന സ്ഥലത്താണ് പ്ലാന്റ് എന്ന് സാറ് പറഞ്ഞു. സിറ്റിന്ന് അകന്നു കഴിയുന്നവരെന്താ സാറേ, മനുഷ്യരല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ധനികന്റെയും പരമദരിദ്രന്റെയും ജീവന്റെ വില ഒന്നാണ് സർ. സിറ്റിയിലുള്ളവരുടെ മാലിന്യം കൊണ്ട് തള്ളാനുള്ള സ്ഥലമല്ല വിളപ്പിൻകോട്. അപ്പൊ പിന്നെ ഇവിടത്തെ മാലിന്യം എങ്ങനെ സംസ്കരിക്കണമെന്നാ ഗിരീഷ് മാഷ് പറയുന്നേ? ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം. എന്റെ വീട്ടിലെ മാലിന്യം എന്റെ വീട്ടിൽ തന്നെ നശിപ്പിക്കണം. ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ബാക്കിയും ഞാൻ ഉപയോഗിച്ച് കളയുന്ന വസ്തുക്കളുമെല്ലാം എന്റെ വീട്ടിൽ തന്നെ സംസ്കരിക്കണം. ഞാൻ കഴിച്ച മീനിന്റെ മുള്ളും ബാക്കി വന്ന ചോറും വല്ലവരുടെയും പറമ്പിൽ കൊണ്ടുപോയി തട്ടാനുള്ളതാണോ സർ? അതൊന്നും പ്രാക്ടിക്കൽ അല്ല ഗിരീഷ് മാഷേ. ഏതും പ്രാക്ടിക്കലാണ് സർ. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുന്ന ആരെങ്കിലും കരുതിയതാണോ? അതിലും വലുതല്ലല്ലോ കഴിച്ച ആഹാരത്തിന്റെ ബാക്കി വീട്ടിൽ ഇല്ലാതാക്കുന്നത്. ഞാൻ ഗിരീഷിനോട് തർക്കിക്കുന്നില്ല. എന്തായാലും ഒന്ന് സഹായിക്കണം. നീ വന്നേ, വാ ഒന്ന് മാറിക്കേ. വാ പറയട്ടെ. എന്താ? ഇവിടേക്കേ. ദാ 5 ലക്ഷം ഉണ്ട്. ഇത് ഒരു അഡ്വാൻസ് മാത്രമാണ്. ഇനി എത്ര വേണമെങ്കിലും തരാം. ഈ കാറ് കൂട്ടുകാരൻ്റെ ആണെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ മാർക്കറ്റിലുള്ളത് വെച്ച് നല്ലൊരു കാർ നാളെ വീട്ടിലെത്തും. സാറേ, എനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയ ദിവസമായിരുന്നു. ഈ ഭൂമി എന്ന് പറയുന്നത് എന്റെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇവിടെ ജനിക്കാൻ പോകുന്ന കോടാനുകോടി മനുഷ്യജീവികൾക്ക് ഒരുപോലെ അവകാശപ്പെട്ടതാ. അവരുടെ ജീവന്റെ പ്രതിഫലമാ സാറി വെച്ച് നീട്ടിയത്. ഇത് ഞാൻ വാങ്ങിയാലേ പിന്നെ ഞാനായിരിക്കും ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ മാലിന്യം. മാന്യനായി ജീവിച്ച് മാന്യനായി മരിക്കണമെന്നാ സാറേ ആഗ്രഹം. ഒരു വേസ്റ്റ് ആവാൻ താല്പര്യമില്ല. ഇത്ര വലിയ ആദർശമൊക്കെ വേണോ ഗിരീഷേ? BDF-ലെയും KDF-ലെയും നേതാക്കളൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാ. ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലുവാ. സ്നേഹത്തിന്റെ ഭാഷയിലാണ് ഇതുവരെ ഞാൻ ഗിരീഷിനോട് സംസാരിച്ചത്. സ്നേഹത്തോടെ തന്നെയാ സാറേ ഞാനും സംസാരിച്ചത്. സാറിന്റെ ഭാഷ എപ്പോൾ മാറുന്നോ അപ്പൊ എന്റെ ഭാഷയും മാറും. ഭീഷണിയാണോ? അല്ലല്ല, എന്റെ അടുത്ത് ഭീഷണി വേണ്ട എന്ന് സൂചിപ്പിച്ചതാ. ഗിരീഷ് കളിക്കുന്ന ആരോടാണെന്ന് ഓർമ്മ വേണം. എന്നെ എതിർത്ത ഒരുപാട് പേര്. എന്നെ കൊല്ലുമെന്നാണ് സാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ തൽക്കാലം ഞാൻ അങ്ങനെ മരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നേ പറയാനുള്ളൂ. പിന്നെ കീഴടങ്ങേണ്ട സാഹചര്യം വന്നാ മരിക്കാനൊട്ട് ഭയവും ഇല്ല.